ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിഷയം എള്ള്, സെസമേ സീഡ്സ്. സെസമം ഇൻഡിക്കം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഇത് നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലം തൊട്ട് കൃഷി ചെയ്തു വന്നിരുന്ന ഒരു പരമ്പരാഗത എണ്ണക്കുരു വിളവാണ്. മനസ്സിലായോ? അത് ഒരുപാട് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പ്രതിപാദ്യങ്ങളുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പണ്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആയുർവേദത്തിന് എള്ളെണ്ണ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല എന്ന് പറയാം. അതിന്റെ കാരണങ്ങളൊക്കെ വിശദമാക്കാട്ടോ. ഇത് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കണം. അതിനു മുമ്പ് നമുക്ക് രീതിയിൽ പ്രയോഗിക്കാം. വെയിറ്റ് റിഡക്ഷന് ഉപയോഗിക്കാം, അതുപോലെ പീരീഡ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, പീരീഡ് പെയിന്, അതുപോലെ മെനസ്പോസൽ സിൻഡ്രോമിന്, അതുപോലെ ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കും നോക്കണം. ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന കുറച്ച് എണ്ണകൾ തയ്യാറാക്കാനായിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാന്ന് പറയാം. എല്ലാം നമുക്ക് വിശദമായിട്ട് പ്രതിപാദിക്കാം. അതുപോലെ ബ്ലീഡിങ് പൈൽസിൽ, ഫിസ്റ്റുലക്ക് ഒക്കെ നല്ലതാട്ടോ. എല്ലാം നമുക്ക് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചോട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി രാത്രി 9 മണിക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ലിങ്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ സെസമേ സീഡ്സ്, ഇതിനെ ആയുർവേദത്തിലെ തിലം എന്ന് വിളിക്കും. തിലം തിലം എന്ന് പറഞ്ഞാൽ എള്ള് എന്നർത്ഥം. തൈലം എന്ന് പറഞ്ഞാൽ തിലജം. തൈലം എന്ന് പറഞ്ഞാൽ എള്ളിൽ നിന്ന് എടുക്കുന്നതിന് തൈലം എന്ന് വിളിക്കുന്നു. ഇതിനെ എണ്ണ, എള്ളെണ്ണ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ചിലര് പറയും, ഡോക്ടറെ അത് തൈലമാണ് തന്നേക്കുന്നത്, എണ്ണയല്ല തന്നേക്കണേ എന്ന് പറയും. രണ്ടും ഒന്നാണ്. എണ്ണ മലയാളം, തൈലം സംസ്കൃതം. തിലത്തിൽ നിന്ന് എടുക്കുന്നത് തൈലം, അത്രേ ഉള്ളൂ. തിലം എന്നാണ് സംസ്കൃതം. ഓക്കെ, സെസമേ സീഡ്സ് എന്ന് ഇംഗ്ലീഷിൽ നിന്ന് വിളിക്കുന്നു. സെസമം ഇൻഡിക്കം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ മധുര തിക്തരസാണ്, അതുപോലെ മധുര വിഭാഗമാണ്, സ്നിഗ്ധ ഗുരു ഗുണമാണ്, പക്ഷെ ഉഷ്ണവീര്യാണ്. മനസ്സിലായോ? അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഉഷ്ണവീര്യമുള്ളതുകൊണ്ട് നമുക്കിത് വാദത്തെ ശമിപ്പിക്കുന്നതിന് വളരെ ഒന്നാന്തരം വരുന്നതാണ്. വാദസംബന്ധമായ രോഗങ്ങളിലൊക്കെ തൈലം കാച്ചുന്നതിനായിട്ട് നമ്മൾ തിലതൈലാണ് പ്രധാനമായിട്ട് എടുക്കുക ഒട്ടുമിക്ക അവസരങ്ങളിലും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് ഈ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ്. വാദത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അതായത് മധുരരസവും മധുര വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, സ്നിഗ്ധ ഗുണമുണ്ട്. ഇതെല്ലാം വാദത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് ആണ്. അപ്പോൾ വാദം വർദ്ധിച്ചുണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥകളിലും ഈ സെസമേ സീഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഔഷധങ്ങളാണ് തയ്യാറാക്കുക. പ്രത്യേകിച്ച് ജിഞ്ചിലി ഓയിൽ, നല്ലെണ്ണയിലാണ് നമ്മൾ തൈലങ്ങളെല്ലാം തന്നെ കാച്ചുന്നത്. വാദശമനായിട്ടുള്ള എല്ലാ തൈലങ്ങളും കാച്ചിയെടുക്കുന്നത് നല്ലെണ്ണയിലാണ് മിക്കവാറും. പിന്നെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ബഹുഭൂരിഭാഗം ഓയിലുകളും തയ്യാറാക്കുന്നത് എള്ളെണ്ണയിലാണ്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. അതെങ്ങനെയാ വർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉഷ്ണവീര്യവും സ്നിഗ്ധ ഗുണമുള്ളതുകൊണ്ട് വാദത്തിനെ ശമിപ്പിക്കുന്നു. വാദത്തിനെ ശമിപ്പിക്കുക എന്ന് പറയുമ്പോൾ വാദത്തിന്റെ സ്ഥാനം അസ്ഥിയാണ്. മനസ്സിലായോ? അപ്പൊ ഈ അസ്ഥിധാതുവിനെ ക്വാളിറ്റി, ആ ബോണിന്റെ ഹെൽത്ത് നിലനിർത്തുന്നതിന് ഇതിന് നല്ല പങ്കുണ്ട്. ആ എല്ല് തേയ്മാനം ഒക്കെ നിയന്ത്രിച്ച് നിർത്തുക, അതുവഴി ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. അത്തരം ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് 2-3 വെറൈറ്റി ഉണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് വെറൈറ്റി ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഞാനിത് പണ്ട് കാലങ്ങളിൽ വിചാരിച്ചിരുന്ന ഈ കറുത്ത എള്ള് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിന്റെ തൊലി കളഞ്ഞതായിരിക്കും വൈറ്റ് വെറൈറ്റി എന്നാണ് വിചാരിച്ചിരുന്നത്. ഇനി ഒരു റെഡ് വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നു, എനിക്ക് അത്ര അനുഭവം ഇല്ല. എന്റെ പരിചയത്തില് വൈറ്റും ബ്ലാക്കും ഉള്ളൂ. ഓക്കെ, റെഡും ഉണ്ടെന്ന് പറയുന്നുണ്ട്. വൈറ്റ് നമുക്ക്, ഞാൻ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇനിയൊരു സംശയം വേണ്ട, അത് മനസ്സിലാക്കി വെച്ചോ. US-ലും യൂറോപ്പിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഉപയോഗിച്ചു വരുന്നത്. ഉപയോഗത്തിലെടുത്ത് വൈറ്റ് വെറൈറ്റിയാണ്. അവരത് ഉള്ളിലേക്ക് കഴിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏഷ്യൻ കൺട്രീസിലൊക്കെ ഈ ബ്ലാക്ക് വെറൈറ്റിയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഈ എണ്ണ എടുത്തിട്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇന്റേണൽ യൂസിനും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലാക്ക് വെറൈറ്റിയും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വൈറ്റ് വെറൈറ്റിയാണ് കൂടുതൽ പോപ്പുലർ. അവരത് ഉള്ളിലേക്ക് ഭക്ഷണമായിട്ട് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്ന് എടുക്കുന്ന എണ്ണ ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി എണ്ണ, ശരീരത്തിന്റെ ത്വക്കിന് ഏറ്റവും അനുയോജ്യമായ എണ്ണകളിൽ ഒന്നാണ് നല്ലെണ്ണ. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഈ വാദസംബന്ധമായ ഉപദ്രവങ്ങൾക്കും ഈ അസ്ഥി സംബന്ധമായ ഉപദ്രവങ്ങൾക്കും വളരെയധികം യോജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ആയുർവേദത്തിലെ പ്രാധാന്യം. അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഉഷ്ണവീര്യം, സ്നിഗ്ധ ഗുണം ഉള്ളതുകൊണ്ടാണ്. മധുരരസം, മധുര വിഭാഗം. ഓക്കെ, അതാണ് ഇതിന്റെ സംഗതി. ഓക്കെ, അപ്പൊ ആയുർവേദ ഔഷധങ്ങൾക്കുള്ള പ്രാധാന്യം പറഞ്ഞു. ഇനി ഇതുകൊണ്ട് ഒട്ടനവധി പ്രയോഗങ്ങളുണ്ടോ, ഒന്നൊന്നായിട്ട് പറയാം. ഇതില് വൈറ്റമിൻ B ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കുക വഴി ഉള്ളിലേക്ക് കഴിച്ചാലേ നമുക്ക് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കില്ല, തൈറോയിഡിനെ വർദ്ധിപ്പിക്കില്ല, BP കൂട്ടില്ല. അതൊക്കെ ഉറപ്പാണ്. റിസർച്ച് ഫൈൻഡിങ്സിൽ ഉള്ള റിപ്പോർട്ടുകൾ ഉള്ളതാണ്. കൊളസ്ട്രോളിനോ തൈറോയിഡിനോ ബ്ലഡ് പ്രഷറിനോ വർദ്ധിപ്പിക്കില്ല. ഓക്കെ, പിന്നെ ഇത് നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വളരെ നല്ല ത്വച്ഛഗണങ്ങളിൽ പറയുന്നതാണ്. ത്വച്ഛമാണ് സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള സംഗതിയാണ്. സ്കിന്നിന് മാർദ്ദവം നൽകുന്നതിന്, സോഫ്റ്റ്നെസ് നൽകുന്നതിന്, ഗ്ലോ നൽകുന്നതിന്, ആ സ്കിന്നിന്റെ ആരോഗ്യത്തെ കാത്തുരക്ഷിക്കുന്നതിന് ഒക്കെ വളരെ നല്ലതാണ്.
പക്ഷെ ഇന്റേണൽ യൂസ്, ഈ ബ്ലാക്ക് കറുത്ത എള്ള് ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് സ്കിൻ ഡിസീസ് ഉള്ളവർ, സ്കിൻ ഡിസീസിന് സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് എന്തെങ്കിലും സ്കിൻ ഡിസീസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഉള്ളിലേക്ക് കഴിക്കുന്നത് അത്ര ആശാസ്യമല്ല. ഓക്കെ, വൈറ്റ് വെറൈറ്റിക്ക് കുറേ ഗുണങ്ങളുണ്ട്. എന്താ വെച്ചാൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രചാരമുള്ള സംഗതിയല്ല. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഇതുപോലെ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് കഴിച്ചു വരുന്നുണ്ട്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ, തണുത്ത രാജ്യങ്ങളിൽ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ട്. അവർക്കത് അത്ര പ്രശ്നമില്ല. നമ്മൾ ഇത് ഉഷ്ണമായതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ, ഏഷ്യൻ കൺട്രീസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസിന്, പ്രത്യേകിച്ച് ബ്ലാക്ക് വെറൈറ്റി കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസിന് ഒരു സാധ്യതയുണ്ട്. അത് മനസ്സിൽ വെക്കേണ്ട കാര്യം പ്രത്യേകം ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ അവസ്ഥകളിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് കൂടെ പറഞ്ഞുതരാം. അപ്പോൾ രസഗുണ വിഭാഗങ്ങൾ മനസ്സിലായി, ഇതിന്റെ സംസ്കൃതം പേര് മനസ്സിലായി. ഈ എള്ളും എണ്ണയും തൈലവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്നാണ്. മനസ്സിലായോ? വെളിച്ചെണ്ണയാണെങ്കിൽ കേര തൈലം എന്ന് പറയും, കേരം എന്ന് പറയും വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ എണ്ണ എന്ന് പറഞ്ഞാലും തൈലം എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇനി ആ സംശയം വേണ്ട. ഓക്കെ, അതുപോലെ നല്ലെണ്ണ ഉഷ്ണമാണ്, ചൂടാണ്, അതിനും ഇനി സംശയിക്കേണ്ട, ഉറപ്പിച്ചോ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. സെസമം ഇൻഡിക്കം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. അപ്പോൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എടുക്കാം. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ എല്ലാതരം തൈലങ്ങളും കാച്ചാനായിട്ട് ഉപയോഗിക്കും. നമുക്ക് ഇനി ഇതിന്റെ മുടിവേരുകൾക്ക് ബലം നൽകുന്നതിന്, മുടി ഇടതൂർന്ന് വളരുന്നതിന് സഹായകമായ ഒരു 3-4 കോമ്പിനേഷൻ അതെങ്ങനെ തയ്യാറാക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് മുമ്പ് കുറച്ചും കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഒട്ടനവധി കണ്ടീഷൻസ്, അതായത് പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, ഇത്തരം കണ്ടീഷനിൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാം. അതുപോലെ ആട്ടുംപാലിലാണെങ്കിൽ രക്തം കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആട്ടുംപാലിൽ ചേർത്ത് അരച്ച് കഴിക്കുകയാണ് നല്ലത്. അതായത് 1 ടേബിൾ സ്പൂൺ, 1/2 ഗ്ലാസ് ആട്ടുംപാലിൽ നന്നായിട്ട് അരച്ചിട്ട്, തിളപ്പിച്ചാറിയ ആട്ടുംപാലിൽ 1/2 ഗ്ലാസ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് അരച്ചിട്ട് പതിവായിട്ട് രാവിലെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മലത്തിൽ കൂടെ ബ്ലഡ്, കഫം ഒക്കെ കൂടുതലായിട്ട് പോകുന്നവരുണ്ട്. അത്തരം അവസ്ഥയിൽ ആട്ടുംപാലിൽ 1 ടേബിൾ സ്പൂൺ, 1/4 ഗ്ലാസോ 1/2 ഗ്ലാസോ മാക്സിമം 1/2 ഗ്ലാസ് തിളപ്പിച്ച ആറിയ പാലിൽ നന്നായിട്ട് അരച്ച് ചേർത്തിട്ട് പതിവായിട്ട് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് സേവിക്കുകയാണെങ്കിൽ ഈ മലത്തിലൂടെ കഫം, രക്തം പോകുന്ന അവസ്ഥയ്ക്ക് സമാധാനം ലഭിക്കുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ള് കേട്ടോ, അത് നമുക്ക് പശുവും പാലിൽ അരച്ച് കഴിക്കുകയാണെങ്കിൽ ഭഗന്തരം, ഫിസ്റ്റുല എന്ന് പറയുന്ന കണ്ടീഷനില്ലേ, ഫിസ്റ്റുല, ഭഗന്തരം എന്ന് പറയുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കാം. അത് ഇതേപോലെ പതിവായിട്ട് രാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് ആർത്തവ ക്രമക്കേടുകൾ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും. അതുപോലെ പീരീഡ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഒക്കെ വരിക, ക്രാംസ് വരിക, ഡിസ്മിനോറിയ, ഇത് അടുക്കുന്നതോടുകൂടി ഭയങ്കര പെയിൻ വരിക, അങ്ങനെയുള്ളവരുണ്ടല്ലോ. അവരിത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 ഗ്രാം എള്ള് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇരുമ്പ് ചട്ടിയിൽ വറക്കുക. ആദ്യം ഇരുമ്പ് ചട്ടിയിൽ ഒരു 30 ഗ്രാം എള്ളിട്ട് ഇങ്ങനെ വറക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്നിങ്ങനെ വറന്നു വരുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ എള്ള് വേവുന്നവരെ അതിങ്ങനെ ആ ചട്ടിയിൽ പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ എള്ള് ചവച്ചരച്ച് തിന്ന് ആ വെള്ളം തന്നെ മീതെ കുടിക്കുക. ഇത് പതിവായിട്ട് സേവിക്കുകയെങ്കിൽ ഇവർക്ക് ഈ പീരീഡ്സിനോടനുബന്ധിച്ചുണ്ടാകുന്ന പെയിൻ ഇല്ലാതാകുന്നതിന് സഹായിക്കും. അതുപോലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതിനും ഇതേ പ്രയോഗം തന്നെ ചെയ്താൽ മതി, വളരെ നല്ല. എള്ള് ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ ഈ ഗർഭിണികൾക്ക് ആദ്യത്തെ ഒരു 6-7 മാസത്തിന് മുൻപ് ഗർഭിണികൾ എള്ള് കഴിക്കുന്നത് നല്ലതല്ല, അബോർഷൻ ആകുന്നതിനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു അപ് ടു 5 or 7 months, ഒരു 5-7 മാസം വരെ നമ്മൾ എള്ള് ഉപയോഗിക്കരുത് പ്രഗ്നൻസി പീരീഡിൽ. അത് അത്ര അനുയോജ്യമല്ല. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഇതിന് ലാക്സേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മലം അയഞ്ഞു പോകുന്നതിന് സാധിക്കും. അതായത് സ്നിഗ്ധം, നമുക്ക് സ്നിഗ്ധപ്രയോഗം, സ്നേഹപ്രയോഗം എന്നൊക്കെ ആയുർവേദത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാദം വർദ്ധിച്ച് രൂക്ഷത കൂടുമ്പോൾ ആ രൂക്ഷതയെ ഇല്ലാതാക്കുന്നതിനായിട്ട് സ്നിഗ്ധാംശമാണ് ശരീരത്തിലേക്ക് കൊടുക്കുക. ആ സ്നിഗ്ധാംശമായിട്ട് കൊടുക്കുന്ന നെയ്യും ഒക്കെ പറയും. അതിൽ പലതരം എണ്ണകൾ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ട്, ഏറ്റവും അനുയോജ്യമായിട്ട്, മനുഷ്യ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള എണ്ണയാണ് എള്ളെണ്ണ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് സേവിപ്പിക്കുന്നതിനും ഇത് നിർദ്ദേശിക്കാറുണ്ട്. മനസ്സിലായോ? പിന്നെ ഇനി നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിന് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. വെയിറ്റ് കുറയ്ക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളത്ത് തലേ ദിവസം രാത്രി ഇട്ട് വയ്ക്കുക. പിറ്റേന്ന് രാവിലെ ആ എള്ള് ചവച്ചരച്ചിട്ട് മീതാ വെള്ളം കുടിക്കാം. ഇത് നിത്യേന പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ, രാവിലെ വെറും വയറ്റിൽ സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട്, കലോറി വാല്യൂ കുറവായതുകൊണ്ട്, ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് ഇത് ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരില്ല. ശരീരത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ ഇതിലുണ്ട്. ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട്, ധാരാളം കാൽസ്യം ഉണ്ട്. അതുപോലെ അയണും കാൽസ്യം ഉണ്ട്, കൂടാതെ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അപ്പോൾ ശരീരത്തിന് വേണ്ട ഊർജ്ജമൊക്കെ ഇതിന്ന് ലഭിക്കും. മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഇതിലുണ്ട്. വൈറ്റമിൻ ബി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഉച്ച വിശപ്പ് തോന്നില്ല. എന്നാൽ ശരീരത്തിന് യാതൊരു ക്ഷീണമോ അലസതയോ ഉണ്ടാവില്ല. വെയിറ്റ് കുറയ്ക്കുന്നതിന് അങ്ങനെ സഹായിക്കും.
ഓക്കെ. അപ്പോൾ ബ്ലീഡിംഗ് പൈൽസിന് എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞു, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസിന് ഉപയോഗിക്കാന്ന് പറഞ്ഞു, പീരീഡ്സിനോടനുബന്ധിച്ചുള്ള പെയിൻ നിയന്ത്രിക്കുന്നതിന്, ഫിസ്റ്റുല നിയന്ത്രിക്കുന്നതിന് ഒക്കെ സഹായിക്കും. ഓക്കെ. പിന്നെ ഇനി നമുക്ക് ഹെയർ ഗ്രോത്തിന് എങ്ങനെ ഉപയോഗിക്കാന്ന് പറയാം. ഹെയർ ഗ്രോത്തിന് നമുക്ക് ഞാൻ ഒരു 4 തരത്തിലുള്ള എണ്ണ കാച്ചേണ്ട വിധം പറഞ്ഞുതരാം. അപ്പൊ അതിന് നമുക്ക് എണ്ണ എടുക്കുക. എള്ളെണ്ണ നല്ല എള്ളെണ്ണ ഒരു പാർട്ട് എടുക്കുക. ഒരു പാർട്ട് 100 grams ആണ്, 100 milli ആണ് എള്ളെണ്ണ. നല്ല ശുദ്ധമായ എള്ളെണ്ണ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി സ്വരസം എടുക്കണം. 4 ഇരട്ടി നീര്, തനിനീര് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കണം. അതിന് നമുക്ക് ഒന്നുകിൽ കഞ്ഞുണ്ണിയുടെ നീരെടുക്കാം, അതല്ലെങ്കിൽ ബ്രഹ്മിയുടെ നീരെടുക്കാം. ഇനി അതല്ലെങ്കിൽ കരിനുച്ചിയുടെ നീരെടുക്കാം, അതല്ലെങ്കിൽ പച്ചനെല്ലിക്കയുടെ നീരെടുക്കാം. പച്ചനെല്ലിക്ക കുരു കളഞ്ഞിട്ടുള്ള ആ നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക, അതല്ലെങ്കിൽ കരിനുച്ചിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. ഈ 4 ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ. അപ്പൊ അത് എടുക്കുമ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് നല്ലെണ്ണയ്ക്ക് 4 പാർട്ട് ഈ ഇലയുടെ സ്വരസം എടുക്കണം. മനസ്സിലായില്ലേ? 100 മില്ലി നല്ലെണ്ണ എടുക്കണമെങ്കിൽ 400 മില്ലി. ഇപ്പൊ ബ്രഹ്മി എടുക്കണമെങ്കിൽ ബ്രഹ്മി നീര്, നെല്ലിക്ക എടുക്കണമെങ്കിൽ നെല്ലിക്കയുടെ നീര് 400 മില്ലി വേണം. ഓക്കെ. എന്നിട്ട് ആ നെല്ലിക്ക തന്നെ കൽക്കനായിട്ട് അരച്ച് ചേർത്തിട്ട് ചെറുതീകരിച്ച് ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ പതുക്കെ കുറുക്കി വറ്റിച്ചെടുത്തിട്ട് ആ നീര് വറ്റി വരുമ്പോൾ ഈ പാകം മണൽപ്പാകമാകുമ്പോൾ നമ്മൾ കൽക്കൻ ചേർത്തിട്ടുള്ള നമ്മൾ നോക്കി വരുമ്പോൾ നല്ല ഖരപാകമായിട്ട് ഇങ്ങനെ കിട്ടണം, ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ആ പരുവത്തിൽ അരിച്ചെടുത്ത് സൂക്ഷിച്ച് തലയ്ക്ക് തേച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രഹ്മി ആണെങ്കിൽ കുറച്ച് ഉറക്കക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ ബ്രഹ്മി നീര് ചേർത്ത് തേക്കാം. ഓക്കെ. ചേർത്ത് കാച്ചിയെടുത്ത് അരിച്ച് തേക്കുന്നതിന് ഉപയോഗിക്കാം. നെല്ലിക്കയാണെങ്കിൽ ചെറുതായിട്ട് ചെമ്പൻമുടിയോ പ്രിമച്വർ ഗ്രേയിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നെല്ലിക്കയായിരിക്കും കൂടുതൽ നന്നാവുക. ഓക്കെ. അതുപോലെ കഞ്ഞുണ്ണി മുടി നല്ല വളർച്ച ഉണ്ടാവുന്നതിന് സഹായിക്കും. മുടിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നവരും ഡ്രൈ സ്കാൽപ്പും അതുപോലെ ഡാൻഡ്രഫ് കൂടുതലുണ്ടെങ്കിൽ കരിനുച്ചി നീര് ചേർത്ത് കാച്ചുന്ന തന്നെയായിരിക്കും കൂടുതൽ നന്നാവുക. ഓക്കെ. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ആ പാകം അറിയുന്നതിന് വേണ്ടിയാണ്. ഇതേ എടുക്കുന്ന സ്വരസം എന്തിൻ്റെ എടുക്കണോ അത് തന്നെ അരച്ച് കൽക്കൻ ചേർത്ത് വേണം എണ്ണ കാച്ചിരിച്ച് തേക്കാനായിട്ട്. അപ്പൊ അതിൽ ആ പാകം പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നീരിറക്കം ഉണ്ടായിട്ട് തുമ്മലും മാച്ചിയും ജലദോഷവും കൊണ്ടൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ആ ഖരപാകത്തിൽ ആ പാകം തെറ്റി കഴിഞ്ഞാൽ എണ്ണയുടെ എല്ലാം തെറ്റിയെന്നാ പറയാം. അപ്പൊ ആ പാകം നിങ്ങൾ അറിഞ്ഞ് നന്നായിട്ട് നോക്കി നല്ല ഖരപാകം ആയിട്ട് അരിച്ചെടുത്ത് തലയിൽ തേക്കുന്നതിന് ഉപയോഗിച്ചാൽ മുടി വളരുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ത്വക്കിന് വളരെ നല്ലതാണ്. അതുപോലെ ഈ മുടി വളരുന്നതിന് സഹായിക്കും. ഒപ്പം ഈ പീരീഡിനോടനുബന്ധിച്ചുണ്ടാകുന്ന മെൻസ്ട്രൽ ക്രാംസ്, ഇറഗുലർ സൈക്കിൾസ് അതിനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കും. ഓക്കെ. പിന്നെ പൈൽസിന് നല്ലതാണ്. ബ്ലീഡിംഗ് പൈൽസിന് പ്രത്യേകിച്ച് നല്ലതാണ്. മലത്തിലൂടെ കഫവും രക്തവും പോകുന്നതിന് നല്ലതാണ്. ഓക്കെ. അതിന് ആട്ടുംപാലിൽ അരച്ച് കഴിക്കണം. ഫിസ്റ്റുലയ്ക്ക് പശുവും പാലിൽ അരച്ച് കഴിക്കണം. തടി കുറയ്ക്കാനായിട്ട് ഒരു രാത്രി വെള്ളത്തിലിട്ട് വെച്ച് അരച്ചെടുത്ത് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ സേവിക്കണം. ഓക്കെ. മനസ്സിലായല്ലോ? ഇത്തരം ഉപയോഗങ്ങളൊക്കെ ഇതിനുണ്ട്. നല്ലെണ്ണ ഇല്ലാണ്ട് ആയുർവേദം ഇല്ല. ആയുർവേദത്തിൽ വാദത്തിനെ ശമിപ്പിക്കാൻ ഒന്നാന്തര സംഗതിയാണ് ഇത്. ഉള്ളിലേക്കും കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. എന്താ വെച്ചാൽ ഈ സ്നിഗ്ധാംശം ഉള്ളതുകൊണ്ട് സ്നിഗ്ധത്തിന് വേണ്ടിയിട്ട് രൂക്ഷത ഇല്ലാതാക്കാനായിട്ട് വാദസംബന്ധമായ രോഗങ്ങളിൽ അപൂർവം ചില കേസുകളിൽ തൈലം ഉള്ളിലേക്ക് നിർദ്ദേശിക്കുമ്പോൾ ഇതുപോലെ തിലതൈലത്തിൽ ചേർത്ത് ഔഷധങ്ങളിട്ട് കാച്ചിയ ഔഷധങ്ങളാണ് നിർദ്ദേശിക്കാറുള്ളത്. സാധാരണ ആവണക്കെണ്ണയിലും ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഗന്ധർവസ്വ തൈലവും നിംബാമ്രാതി തൈലവും അതൊക്കെ ആവണക്കെണ്ണയിലാണ്. ആവർത്തിച്ച് കാണുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അല്പം വേഗത്തിൽ പറയുന്ന വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പതിവായിട്ട് ലഭിക്കും. കാണുക, ആവർത്തിച്ച് കാണുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. ഓക്കെ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം. ഇന്നത്തെ വീഡിയോയ്ക്ക് 2 ബോണസ് പോയിന്റ് കൂടി ഉണ്ട്. അത് നേരത്തെ നമ്മൾ എള്ളിന്റെ ഗുണങ്ങൾ പറഞ്ഞു, എള്ളാട്ടി എടുക്കുന്ന എണ്ണയുടെ ഗുണങ്ങൾ പറഞ്ഞു. ഇനി എണ്ണ ആട്ടി കഴിഞ്ഞിട്ട് ആ ചണ്ടി ഇല്ലേ, ഈ ചണ്ടി നമ്മൾ പശുക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? ഇവർക്ക് പാല് കൂടുതലായിട്ട് ലഭിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ എള്ള് സ്ത്രീകള് കഴിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ഓക്കെ. എള്ള് ഗർഭിണികൾക്ക് പ്രസവശേഷം ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ളവർക്ക് ഈ എള്ള് പാലില് പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ, അരച്ച് കഴിക്കുകയാണെങ്കിൽ, പശുവും പാലിൽ പുഴുങ്ങി അരച്ച് കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എള്ളെണ്ണ ആട്ടിയെടുത്ത ചണ്ടി ഉണ്ടല്ലോ, അത് നമുക്ക് പശുക്കൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പാല് വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഉപയോഗം കൂടെ പറഞ്ഞുതരാം. ആമവാദത്തിൽ മുട്ടിലൊക്കെ ഇങ്ങനെ നീര് വരും, കാൽമുട്ടുകളിൽ ഇങ്ങനെ നീര് ഉണ്ടാവും.
ചെറുങ്ങനെ പനി ഉണ്ടാവും, നല്ല നീരും ഉണ്ടാവും, വേദനയുണ്ടാവും, പനി ഉണ്ടാവും. ഓക്കെ, എന്നാൽ ചുവപ്പ് നിറം ഉണ്ടാവില്ല, ചുട്ടുനീറ്റം, തരിപ്പൊന്നും ഉണ്ടാവില്ല. ആമവാദത്തില് മുട്ടിലാണ് പ്രധാനമായിട്ട്, ഊരുസ്തംഭം എന്ന് വിളിക്കും സംസ്കൃതത്തില്, പ്രധാനമായിട്ട് മുട്ടിലാണ് നീര് വരിക. ഇത്തരം അവസ്ഥയിൽ എന്ത് വേണമെന്നറിയോ? ഈ എള്ളും പിണ്ണാക്ക് കരിനൊച്ചി വേര് കഷായം വെക്കുക. കരിനൊച്ചി വിറ്റെക്സ് നിഘണ്ടോ, കരിനൊച്ചി എന്ന് പറയുന്ന സംഗതിയില്ലേ, നിർഗുണ്ടി സംസ്കൃതം പേര്, അതിന്റെ വേര് കഷായം വെച്ചിട്ട് അതില് ഈ എള്ളും പിണ്ണാക്ക് അരയ്ക്കുക. എള്ളും പിണ്ണാക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ വേദനയുള്ള മുട്ടിൽ ഇങ്ങനെ പോൾട്ടീസ്, അതായത് ലേപനം ചെയ്ത് കെട്ടിവെച്ചാൽ ഒരു രാത്രി മുഴുവൻ കെട്ടിവെക്കുക, സന്ധ്യയാകുമ്പോൾ കെട്ടിവെക്കുക, പിറ്റേ ദിവസം രാവിലെ അഴിച്ചു കളയാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നീരും വേദനയും കുറയുന്നതിന് സഹായിക്കും. ആമവാദം അല്ലെങ്കിൽ ഊരുസ്തംഭം എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയിൽ, റുമാറ്റിക് ഫീവറിൽ മുട്ടിൽ നീര് വരില്ലേ, അപ്പോൾ ഈ എള്ളും പിണ്ണാക്കും കൂടെ നമുക്ക് ആ ചണ്ടി പോലും ഉപയോഗിക്കാന്ന് അർത്ഥം. ഓക്കെ, ഈ 3 കാര്യം പറയാൻ വിട്ടുപോയി, അതും കൂടെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് വീഡിയോയിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ.